കർണാടക ബഡ്ജറ്റിനെ ചൊല്ലി രാജ്യവ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ കർണാടകയിൽ ഉണ്ടാകാൻ പോകുന്നത്. BJP ആണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. കർണാടക ബഡ്ജറ്റ് പുറത്തു വന്നതിന് പിന്നാലെ നമുക്കറിയാം കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഈ ബഡ്ജറ്റിനെ ഹലാൽ ബഡ്ജറ്റ് എന്നാണ് ഇപ്പോൾ BJP വിശേഷിപ്പിച്ചിരിക്കുന്നത്. സംഭവം ബഡ്ജറ്റിൽ SC ST OBC വിഭാഗങ്ങൾക്ക് ഒന്നുമില്ല, ഹൈന്ദവർക്ക് ഒന്നുമില്ല, രാജ്യത്തെ ഭൂരിപക്ഷത്തിന് ഒന്നുമില്ല. എന്നാൽ ഉള്ളത് മുഴുവൻ കർണാടകയിലെ മൈനോറിറ്റീസിനാണ് അഥവാ ന്യൂനപക്ഷത്തിനാണ്, അതായത് മുസ്ലിങ്ങൾക്കാണ്. രാജ്യത്തെ ഭൂരിപക്ഷ വിഭാഗത്തിന് ഒന്നുമില്ല എന്നാണ് BJPയുടെ നിലവിലെ വാദം എന്ന് പറയുന്നത്. ഏറെക്കുറെ ആ ബഡ്ജറ്റിൽ മൈനോറിറ്റീസിന് വാരിക്കോരി നൽകാനായി സിദ്ധരാമയ്യ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. സർക്കാർ കരാറുകളിൽ മുസ്ലിങ്ങൾക്ക് സംവരണമാണ് ഈ ബഡ്ജറ്റിലുള്ള ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത്. മുസ്ലിം ലളിത വിവാഹങ്ങൾക്ക് 50,000 രൂപ സഹായം നൽകും എന്നുള്ളത് അടുത്ത പ്രഖ്യാപനമാണ്. അടുത്തത് വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാനായി ഒരു ഫണ്ട് നൽകും എന്നാണ് കർണാടകയിലെ ബഡ്ജറ്റിൽ നടത്തിയിരിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന മറ്റൊരു പ്രഖ്യാപനം എന്ന് പറയുന്നത്. ശ്മശാനങ്ങളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിന്, അതായത് ശ്മശാനം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ ശ്മശാനത്തിനും അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണത്തിനുമായി 150 കോടി രൂപയാണ് ഈ കർണാടക ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്. മുസ്ലിം സാംസ്കാരിക പരിപാടികൾക്ക് 50 ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പുതിയ ITI കോളേജ് സ്ഥാപിക്കും എന്നുള്ളത് ബഡ്ജറ്റിലെ അടുത്ത പ്രഖ്യാപനമാണ്. KEAയുടെ കീഴിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് 50% ഫീസ് അളവ് എന്നുള്ളത് അടുത്ത ഒരു പ്രഖ്യാപനമാണ്. ഉള്ളാളയിൽ മുസ്ലിം പെൺകുട്ടികൾക്കായുള്ള റെസിഡൻഷ്യൽ PU കോളേജ് തുടങ്ങും എന്നുള്ളത് അടുത്ത ഒരു പ്രഖ്യാപനമാണ്. മുസ്ലിം വിദ്യാർത്ഥികൾക്കുള്ള ദേശീയ വിദേശ സ്കോളർഷിപ്പുകൾ വർദ്ധിപ്പിക്കും എന്നുള്ളത് അടുത്ത ഒരു പ്രഖ്യാപനമാണ്. ബംഗളൂരുവിലെ ഹജ്ജ് ഭവൻ കൂടുതൽ കെട്ടിടങ്ങളോടെ വിപുലീകരിക്കും മുസ്ലിങ്ങൾക്കായി എന്നുള്ളത് അടുത്ത ഒരു പ്രഖ്യാപനമാണ്. മുസ്ലിം പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധ പരിശീലനത്തിനായി ഒരു തുക മാറ്റിവെക്കും എന്നുള്ളത് അടുത്ത ഒരു പ്രഖ്യാപനമാണ്. SC STക്കും OBCക്കും എന്താണ് ഇതിൽ നൽകിയിരിക്കുന്നത്? അതുകൊണ്ട് ഇതൊരു ഹലാൽ ബഡ്ജറ്റാണ്. ഇതിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കും എന്നാണ് കർണാടക BJP നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.